ഹലോ ഫ്രണ്ട്സ്, മേരീസ് കിച്ചൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സുക്കിനി റൈസാണ്. നിങ്ങൾ ഇതിനു മുമ്പ് കണ്ടിട്ടാണ് എൻ്റെ ചാനലിൽ കുറേ സുക്കിനിയുടെ കുറേ വേറെ റെസിപ്പീസ് ഇട്ടിട്ടുണ്ട്. സുക്കിനി റൈസ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്. സുക്കിനി റൈസ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒന്നാണ്. ഉണ്ടാക്കാനാണെങ്കിലും വളരെ എളുപ്പമാണ്. നമ്മുടെ ഗാർഡനിൽ ഇഷ്ടംപോലെ സുക്കിനി ഉണ്ട്. അപ്പോൾ ഇതിലേത് ഒരെണ്ണം നമുക്ക് പറിച്ചെടുക്കാം. അധികം മൂത്ത് പോകാത്ത നോക്കി ഒരെണ്ണം എടുക്കാം. ഈ കാണുന്ന സുക്കിനി പാകമാണ് റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് ഇതിനെ പറിച്ച് കഴുകി ഗ്രേറ്റ് ചെയ്തെടുത്ത് സുക്കിനി റൈസ് ഉണ്ടാക്കാം. ഈ സുക്കിനി ഉണ്ട്, ഇതിപ്പം നല്ല പാകമാണ്, അധികം മൂത്ത് പോയിട്ടില്ല. ഇതിനെ നമുക്ക് കഴുകി നന്നായിട്ട് ഡ്രൈ ചെയ്തെടുക്കണം. ഇത് നമ്മൾ അരിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ കഴുകാൻ പറ്റുകയില്ല. അപ്പം നമ്മൾ ആദ്യമേ തന്നെ ഇതിനെ നന്നായിട്ട് കഴുകി എടുക്കുക. ഇനി നമുക്ക് നോക്കാം ഇതിൻ്റെ അളവുകൾ, അരിയുടെ അളവ് എന്നാന്ന് നോക്കാം. ഇപ്പോൾ ഈ കപ്പ് കണ്ട്, ഈ കപ്പിന് നമ്മൾ 2 കപ്പ് ബാസ്മതി റൈസാണ് എടുക്കുന്നത്. ബാസ്മതി റൈസ് എടുത്ത് ഇതൊന്ന് കഴുകി നമുക്ക് എടുത്ത് വെക്കാം. ഇപ്പം നമ്മളിവിടെ സുക്കിനി കഴുകി എടുത്തതിന് ഇനി നമുക്കിതിനെ മുറിച്ച് നമുക്ക് ഗ്രേറ്റ് ചെയ്തെടുക്കാം. സുക്കിനി നമുക്ക് അരി എടുത്ത പോലെ അരി 2 കപ്പാണ് നമ്മളെടുത്തത്. സുക്കിനി ഗ്രേറ്റ് ചെയ്തത് ആ ചുമന്ന കപ്പിന് 2 കപ്പ് വേണം. ഓക്കെ, ഇതിൻ്റെ തൊണ്ട് നമ്മൾ കളയുന്നില്ല, തൊണ്ടോടുകൂടി തന്നെയാണ് ഗ്രേറ്റ് ചെയ്യുന്നത്. ഇത് സുക്കിനി ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ഒരു വെജിറ്റബിളാണ്. അപ്പോൾ ഇതിനെ ഗ്രേറ്റ് ചെയ്തെടുക്കാൻ നല്ല എളുപ്പമാണ്. ഇതിനെ നമുക്കൊന്ന് നടുവേ ഒന്ന് മുറിച്ചെടുക്കാം. മുറിച്ചെടുത്തിട്ട് നമുക്കിതിനെ ഗ്രേറ്റ് ചെയ്തെടുക്കാം. സുക്കിനിക്ക് നല്ല വെള്ളമയമുണ്ട്, പക്ഷെ എന്നാലും റൈസ് ഉണ്ടാക്കുമ്പം അധികം കുഴഞ്ഞു പോവുകയില്ല. തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടാണെങ്കിലും കുഴപ്പമില്ലാതെ തന്നെ നമുക്ക് കിട്ടും. തേങ്ങാപ്പാൽ ഒഴിച്ച് സുക്കിനി ഇട്ട് ഉണ്ടാക്കുന്ന റൈസ് ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇതിപ്പോൾ ഞാൻ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് അളന്ന് നോക്കണം. ഏകദേശം 2 കപ്പ് തന്നെ കാണുള്ളൂ, അതിനുള്ളതാണ് എടുത്തേക്കുന്നത്. ഇനി ഇതിൻ്റെ അകത്തേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്നതൊക്കെയാണെന്ന് നോക്കാം. ഗ്രേറ്റഡ് സുക്കിനി 2 കപ്പ് വേണം. പിന്നെ 1 ടീസ്പൂൺ ജീരകം, 1 ടീസ്പൂൺ കടുക്, പുതിനയില, ബേ ലീഫ് 2 എണ്ണം, പിന്നെ ഗ്രാമ്പു ഒരു 3-4 എണ്ണം, പിന്നെ ഉണക്കമുളക് മുഴുവനായിട്ടുള്ളത് ഒരു 3-4 എണ്ണം, തേങ്ങാപ്പാൽ നമ്മൾ ഡൈല്യൂട്ട് ചെയ്താണ് എടുക്കുന്നത്. 2 കപ്പ് കോൺസെൻട്രേറ്റഡ് പാൽ, അതിൻ്റെ അകത്തേക്ക് 2 കപ്പ് വെള്ളം കൂടെ ചേർത്താണ് നമ്മൾ ഇത് തയ്യാറാക്കി എടുക്കുന്നത്. ഇനി നമുക്ക് ഒരു ചട്ടി ചൂടാകാൻ വെക്കാം. അതിൻ്റെ അകത്തേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിലും 1 ടേബിൾ സ്പൂൺ ബട്ടറും ചേർത്ത് കൊടുക്കാം. ചിലർക്കിത് വേണമെങ്കിൽ ബട്ടർ ഇല്ലാതെ ഉണ്ടാക്കണമെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാം, പക്ഷേ ഇച്ചിരി ഒരു ബട്ടർ ചേർക്കുന്നതായിരിക്കും ഇച്ചിരി ടേസ്റ്റിന് നല്ലത്. എണ്ണ ഇപ്പോൾ ഇവിടെ ചൂടായിട്ടുണ്ട്. അതിൻ്റെ അകത്തേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോഴത്തേനും നമുക്ക് ജീരകം ഇട്ട് കൊടുക്കാം. ജീരകം ഒരുവിധം ബ്രൗൺ ആകുന്നോടം വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അധികം നേരം എടുക്കുകയില്ല, ഇത് പെട്ടെന്ന് തന്നെയാകും. ഇപ്പോൾ കടുക് പൊട്ടിയിട്ടുണ്ട്, ജീരകം ബ്രൗൺ നിറമായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ബേ ലീഫ് ഇട്ട് കൊടുക്കാം. ഒരു 2 ബേ ലീഫ് മതി. അധികമായ ഈ ലീഫിൻ്റെ ഭയങ്കരമായിട്ടുള്ളതിൻ്റെ ഒരു ചുവ വരും. നമുക്ക് 3-4 ഗ്രാമ്പു ഇട്ട് കൊടുക്കാം. ഇതൊന്നും അധികം കരിഞ്ഞു പോകാതെ പെട്ടെന്ന് തന്നെ എടുക്കണം. പിന്നെ നമ്മുടെ കറുവാപ്പട്ട ഒരു ചെറിയൊരു കഷ്ണം മതി. നമ്മൾ 2 കപ്പ് അരിയല്ലേ എടുത്തിട്ടുള്ളൂ, അപ്പം നമുക്കധികം വേണ്ട. ഇതൊന്ന് പയ്യൊന്ന് മൂത്ത് വരുമ്പോഴത്തേനും നമുക്ക് ഈ മുളകിട്ട് കൊടുക്കണം. മുളകിടുമ്പോൾ തീ കുറച്ച് വെക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. അതുപോലെ തന്നെ ഭയങ്കരമായിട്ടും ചുമയ്ക്കുകയും ചെയ്യും. അപ്പം ശരിക്കും തീ കുറച്ച് വെച്ചിട്ട് നമുക്ക് ഈ മുളകൊന്ന് ഇട്ട് കൊടുക്കാം. മുളകും പതിയെ ഒന്ന് ആയാൽ മതി, പെട്ടെന്ന് തന്നെയാകും. എണ്ണ നന്നായിട്ട് ചൂടായിട്ടിരിക്കുന്നതാണല്ലോ. അപ്പോൾ ഇതിനെ നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കാം. ഇനി ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് ഇതെല്ലാം ആയിട്ടുണ്ട്. ഇപ്പം നമുക്കിനി സുക്കിനി ഇട്ട് കൊടുക്കാം. സുക്കിനി ഇട്ട് ഒരു ശകലം നേരം നമ്മൾ ഇതിനെ ഒന്ന് ഇളക്കിയെടുക്കണം. അധികം വെള്ളമൊന്നും ഇറങ്ങിയില്ല, എന്നാലും ഒരു ശകലം നേരം ഇതിനൊന്ന് വാട്ടിയെടുക്കണം. ഇത് അടിയിലൊക്കെ കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി നമുക്ക് ഇച്ചിരി നേരം ഒന്ന് ഇളക്കി കൊടുക്കണം. ഇത് ഈ കാണുന്ന പോലെ ഇത്ര പ്രയാസമൊന്നുമില്ല, പെട്ടെന്നാകും കേട്ടോ. ഇനി നമുക്കിതിൻ്റെ അകത്തേക്ക് പുതിനയില ഇട്ട് കൊടുക്കാം. പുതിനയിലയൊക്കെ നമുക്ക് ഓരോരുത്തരുടെയും ടേസ്റ്റ് അനുസരിച്ച് അതിൻ്റെ അളവ് വ്യത്യാസം വരുത്താം. അപ്പം ഞാനൊരു 2-3 ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് നമ്മളിപ്പോൾ ഇട്ട് അത് കുറവാണെങ്കിൽ നമുക്ക് ഇച്ചിരി കഴിയുമ്പം കുറച്ചുകൂടി ഇട്ട് കൊടുക്കാം. ഉപ്പ് ഇട്ട് നമ്മൾ ചെറുതായിട്ടൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക ഉപ്പുണ്ടോ എന്ന്. ഇപ്പോൾ സുക്കിനി ഏകദേശം ഒന്ന് ആയിട്ടുണ്ട്, ഒരുവിധം നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്.
അധികം വെള്ളമൊന്നും ഇറങ്ങിയിട്ടില്ല കേട്ടോ. ഇനി ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് കഴുകി വെച്ചേക്കുന്ന അരി ഇട്ട് കൊടുക്കാം. 2 കപ്പ് അരിയായിരുന്നു എടുത്തത്, അത് കഴുകി നമ്മൾ വെച്ചേക്കുവാണ്. അത് നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് നമുക്ക് ഇച്ചിരി നേരം ഒന്ന് ഇളക്കി കൊടുക്കണം. ഇതിപ്പം ഇച്ചിരി നേരം ഒന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ച് ഒരു ശകലം നേരം ഇതൊന്ന് തീയായിരിക്കട്ടെ, ഇതെല്ലാം ഒന്ന് പിടിക്കുന്നിടം വരെ. ഇനി നമുക്കിതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. തേങ്ങാപ്പാൽ പറഞ്ഞ പോലെ 2 കപ്പ് തേങ്ങാപ്പാലെടുത്ത് അതിൻ്റെ അകത്തേക്ക് 2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് ആണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു നാരങ്ങ പിഴിഞ്ഞ് അതിൻ്റെ നീരും കൂടെ ഒഴിക്കണം. നല്ല നീരുള്ള നാരങ്ങ, വലിയ നാരങ്ങയാണ്. ഇതിൻ്റെ നീര് ഇത് മുഴുവൻ തന്നെ വേണം ഇത്ര അരിക്ക്, എന്നാലേ അതിൻ്റെ ഒരു ടേസ്റ്റ് വരുള്ളൂ. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ പണി. നാരങ്ങാനീര് പിഴിഞ്ഞ് കഴിഞ്ഞിട്ടൊന്ന് ഇളക്കിയിട്ട് നമുക്കിതിന് ഉപ്പുണ്ടോയെന്നൊന്ന് നോക്കണം. ഉപ്പുണ്ടോയെന്ന് നോക്കി കഴിഞ്ഞിട്ട് നമുക്ക് ഇതിനെ മൂടി വെച്ചിനി വേവിച്ചെടുത്താൽ മതി. അധികം പണിയൊന്നുമില്ല, പെട്ടെന്നാകുകയും ചെയ്യും, നല്ലതാണ് ഇതാണ്. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. നല്ലപോലെ തിളച്ച് കഴിയുമ്പോൾ തീ ഒന്ന് കുറച്ച് വെക്കണം. ഇടയ്ക്ക് തുറന്ന് നോക്കണം, കാരണം എല്ലാവരുടെയും ചട്ടിയും ഒക്കെ വ്യത്യാസമുണ്ട്. പിന്നെ അടുപ്പിൻ്റെ ചൂടും എല്ലാം വ്യത്യാസമുണ്ട്. എന്നിട്ട് ഇടയ്ക്ക് നിന്ന് പയ്യെ ഒന്ന് ഇളക്കി നോക്കണം അടിയിൽ വെള്ളം പറ്റിയിട്ടുണ്ടോ എന്ന്. വെള്ളം പറ്റാറായിട്ടുണ്ടെങ്കിൽ തീ ഇച്ചിരി കൂടെ കുറച്ച് വെച്ച് അതിനെ ആക്കിയെടുക്കണം. ഇത് വലുതായിട്ട് കുഴഞ്ഞൊന്നും പോവുകയില്ല. നാരങ്ങാനീരിൻ്റെയും പുതിനയുടെയും എല്ലാ ടേസ്റ്റും കൂടെ പിന്നെ തേങ്ങാപ്പാലിൻ്റെയും കൂടെ ആയി കഴിയുമ്പോഴത്തേനും നല്ലൊരു ടേസ്റ്റാണ്. ഇത് ഞാൻ തേങ്ങാപ്പാൽ ഒഴിക്കാതെ ഞാൻ വേറെ രീതിയിൽ വെള്ളത്തിലുണ്ടാക്കി നോക്കാറുണ്ട്. അതും കുഴപ്പമില്ല. ഇതിലിച്ചിരി കൂടെ ടേസ്റ്റായിട്ട് തോന്നിയത് തേങ്ങാപ്പാൽ ഒഴിച്ചുണ്ടാക്കുന്നതാണ്. തേങ്ങാപ്പാൽ ഒഴിച്ചുണ്ടാക്കുമ്പോൾ ഒരു ശകലം കുഴഞ്ഞ പോലെ ഇരിക്കും, എന്നാലും അധികം കുഴഞ്ഞൊന്നും പോകില്ല. പക്ഷേ ഇത് കഴിക്കാൻ നല്ലതാണ്. തേങ്ങാപ്പാലിന് പകരം വെള്ളം ഒഴിച്ചുണ്ടാക്കുകയാണെങ്കിലും കുഴപ്പമില്ല. സെയിം 2 കപ്പ് അരിക്ക് 2 കപ്പ് സുക്കിനി, 4 കപ്പ് വെള്ളം, ആ അളവിലാണ് അങ്ങനെയാണെങ്കിൽ ഉണ്ടാക്കുന്നത്. ബാക്കി എല്ലാ ഇൻഗ്രീഡിയൻസും അത് സെയിം സാധനങ്ങൾ തന്നെയാണ്. അപ്പം സുക്കിനി എല്ലായിടത്തും കിട്ടും. അപ്പം നിങ്ങൾ ഇത് വാങ്ങിച്ച് ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അതിൻ്റെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. ഇനിയും പുതിയ വീഡിയോസുമായിട്ട് വരാം. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. ഇനി അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.